left. നമ്മളിപ്പോൾ നിൽക്കുന്നത് ബാംഗ്ലൂരിൽ നിന്ന് മൈസൂരേക്ക് പോകുന്ന ആ ഒരു ഷിമോഗ അങ്ങനെയൊക്കെ പോകുന്ന എക്സ്പ്രസ് ഹൈവേയുടെ സൈഡിലാണ്. ഇതിൽ കർണാടക സ്റ്റേറ്റ് ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ മൗര്യ പവിത്ര റെസ്റ്റോറൻറ്റും അതുപോലെ തന്നെ അതിൻ്റെ കൂടെയുള്ള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഗസ്റ്റ് ഹൗസിലാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നത്. അതിൻ്റെ വീഡിയോ ആണിത്. ഇത് എതിയൂർ എന്ന് പറഞ്ഞിട്ടുള്ള മിഡ് പോയിന്റിലാണ്. ഏകദേശം നമ്മൾ ഹംപിയിൽ നിന്ന് വരുന്ന സമയത്ത് ചിത്രദുർഗയിലായിരുന്നു ആക്ച്വലി ഞാൻ സ്റ്റേ ചെയ്യാനിരുന്നത്. അറൗണ്ട് അവിടെ നിന്നൊരു 150 കിലോമീറ്റർ കൂടെ ബാക്കിൽ വന്ന് അവിടെ നിന്ന് സ്റ്റേ ചെയ്യണമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഈ സ്ഥലത്ത് ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ടെന്ന് കണ്ടത്. അപ്പം ഇവിടെ വന്ന് KSTDCയുടെ ഓൺലൈൻ സൈറ്റിൽ ബുക്ക് ചെയ്യാൻ നോക്കി. അപ്പോൾ അതിൽ പറ്റിയിട്ടില്ല. പിന്നെ മേക്ക് മൈ ട്രിപ്പിൽ ബുക്ക് ചെയ്തു. അങ്ങനെ ഈ നാഷണൽ ഹൈവേയുടെ സൈഡിലായിട്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ സൈഡിൽ നിന്നാണ് വന്നത്. ഇവിടുന്ന് നമ്മൾ പോയി ഏകദേശം 1.5 കിലോമീറ്ററോളം ഫ്രണ്ടിൽ പോയിട്ട് തിരിഞ്ഞു വരേണ്ടി വന്നു. ബിക്കോസ് ഓപ്പോസിറ്റ് സൈഡിലാണ് ഗസ്റ്റ് ഹൗസ് ഇരിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഏക്കറകളോളം സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ മെയിൻ ഹൈവേയുടെ തൊട്ടടുത്താണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഈ സൈഡിൽ കൂടെയൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ ഈ ഗസ്റ്റ് ഹൗസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അല്ല, വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗസ്റ്റ് ഹൗസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത ഒരു സ്ഥലമാണ്. നിങ്ങളടുത്ത് അതിൻ്റെ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യാം, വീഡിയോസും കാര്യങ്ങളും കയറി വരുമ്പോൾ ഉള്ള കാഴ്ചയാണിത്. ഗസ്റ്റ് ഹൗസിൻ്റെ അതൊക്കെ ഭയങ്കര വഴികളൊന്നും ഭയങ്കര പ്രോപ്പറായിട്ട് ഉള്ള ടാർട്ടറാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ ഭയങ്കര ഒരു പ്രത്യേക ഒരു ഫീലിംഗ് തരുന്ന ഒരു സ്ഥലമാണ്, അറ്റ്മോസ്ഫിയറാണ്. വളരെ കാം ആൻഡ് ക്വയറ്റാണ്. യാതൊരു ബഹളങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. വളരെ ശാന്തമായിട്ടുള്ളൊരു സ്ഥലമാണിത്. അപ്പം നമ്മൾ ഗസ്റ്റ് ഹൗസിൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ്ട് ആ സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് വളരെ വെറൈറ്റി ആയിട്ടുള്ള കുറേ റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ ആ വീഡിയോയിൽ അങ്ങോട്ട് ഞാൻ കാണിച്ചു തരുന്നതാണ്. അങ്ങനെ നേരെ കാണുന്ന ഒരു വുഡൻ ഹൗസാണ്. അതിൻ്റെ അപ്പുറത്ത് ഡോം റൂംസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മളുടെ വീഡിയോയ്ക്കകത്തിൽ നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കർണാടക സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഗസ്റ്റ് ഹൗസിലെ കാഴ്ചകളുമായിട്ട് നമ്മൾ തുടരുകയാണ്. റിസപ്ഷൻ ഏരിയയിലേക്ക് പോകുന്ന വഴിയാണിത്. നമ്മൾ ഏതാണ്ട് ഇങ്ങനെ കയറി പോകുമ്പോഴത്തേക്കും സൈഡിലായിട്ട് റെസ്റ്റോറൻ്റ് ഉണ്ട്. നമ്മളത് അകത്തേക്ക് പോവാണ്. ഹംപിയിൽ നിന്ന് മൈസൂരിലേക്കുള്ള യാത്രയിൽ കർണാടക ടൂറിസത്തിൻ്റെ ഏതിയൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഗസ്റ്റ് ഹൗസിലാണ് ഇപ്പോൾ വന്നത്. ഇതാണ് നമ്മുടെ ഗസ്റ്റ് ഹൗസിൻ്റെ എൻട്രൻസ്. മെയിൻ നാഷണൽ ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് ഇത് ഇരിക്കുന്നത്. ഇവിടുന്ന് നേരെ വരുമ്പോഴത്തേക്കും അത്യാവശ്യം തിരക്കില്ലാത്ത നല്ല വൃത്തിയുള്ള ഗസ്റ്റ് ഹൗസാണ് ഏതിയൂരുള്ളത്. ഇവിടെ ഒരു എന്താ പറയുക, ഗസ്റ്റ് ഹൗസിൻ്റെ എൻട്രൻസ് ആണ് നേരെ കാണുന്നത്. തന്നെ ഒരു അതിനകത്തായിട്ട് AC നോൺ AC റൂംസ് ഉണ്ട്. തൊട്ടടുത്ത് തന്നെ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ഏരിയ ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ കാണാം. രാവിലെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് അടക്കം നമുക്കത് വളരെ നിസ്സാരം 1100 രൂപ റെൻറ്റിലാണ് നമുക്കിത് ബൈ ട്രിപ്പിൽ കിട്ടിയത്. 4 പേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് അടക്കമാണ് കിട്ടിയത്. AC റൂമാണ്. നല്ല വൃത്തിയുള്ള റൂമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമ്മുടെ കിഡ്സിൻ്റെ ഒരു പ്ലേ ഏരിയ ഉണ്ട്. അവിടെ ഒരു അഡ്വഞ്ചർ പാർക്ക് പോലെയൊക്കെ എന്തൊക്കെയോ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിവിടെ കാണാം. ഇതാണ്ട് ഈ കാണുന്നത് ഒരു അഡ്വഞ്ചർ പാർക്കിൻ്റെ ഒരു ഏരിയ ആണ്. ഇത് കർണാടക ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ നമുക്ക് ബുക്ക് ചെയ്യാം. കർണാടക സ്റ്റേറ്റിൻ്റെ ടൂറിസം ഗസ്റ്റ് ഹൗസ് ഓൺലൈൻ ബുക്കിംഗ് എന്ന് പറഞ്ഞിട്ട് നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് ഇത് ബുക്ക് ചെയ്യാവുന്നതാണ്. ഓൾമോസ്റ്റ് എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും ഉണ്ട്. നമ്മൾ ഹംപിയിലുണ്ട്, മൈസൂർ, ബാംഗ്ലൂർ, ചിത്രദുർഗയിലുണ്ട്. ചിത്രദുർഗയിൽ നമ്മൾ ഗസ്റ്റ് ഹൗസിൽ നിന്നാണ് ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചത്. അവിടെ ഒരു ചെറിയ കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട്. ഇവിടെ നമ്മുടെ ഇതിൻ്റെ ഒരു കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു റെസ്റ്റോറൻറ്റിൻ്റെ അടുക്കള കാര്യങ്ങളൊക്കെ ആണ് ഇവിടെ. അവിടെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു മെയിനായിട്ട് വരുന്ന ഒരു എന്താ പറയുന്നത് റിസപ്ഷൻ്റെ ഏരിയ ഒക്കെ അവിടെയാണ് വരുന്നത്. നമ്മൾ സ്റ്റേ ചെയ്യുന്ന റൂം ഇതാ നേരെ കാണുന്നതിൻ്റെ അകത്താണ് റൂം. അകത്ത് കൂടെ ആണ് പോകേണ്ട വഴി. ഇവിടെ വലിയൊരു ആലൊക്കെ നിൽപ്പുണ്ട്. വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് അവിടെ ആയിട്ടുണ്ട്. ചെടികളൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചൊക്കെ നിർത്തിയേക്കുന്നു. അത്ര ആക്റ്റീവല്ല, എന്നാലും കുഴപ്പമില്ല എന്ന് പറയാം. ഇതാണ്ട് ഇതിൻ്റെ അടുത്തായിട്ട് കുറേ പ്രൊജക്റ്റുകളൊക്കെ ഇങ്ങനെ പുതുതായിട്ട് ചെയ്തു വരുന്നുണ്ട്. അതും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. അങ്ങനെ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ പുതിയതായിട്ട് റിനോവേറ്റൊക്കെ ചെയ്ത് എടുത്തേക്കുന്ന ഗസ്റ്റ് ഹൗസിൻ്റെ ഏരിയ ആണ്. വലിയ കുഴപ്പമില്ല, എന്നാൽ അത്യാവശ്യം നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
താമസിക്കാം. പ്രത്യേകിച്ച് ഫാമിലി ആയിട്ടൊക്കെ വരുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ സേഫ്റ്റി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഗസ്റ്റ് ഹൗസാണ്. ഫുഡ് ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടും. അതുകൊണ്ട് നമുക്കൊന്ന് ട്രൈ ചെയ്യാവുന്ന ഒരു സ്ഥലമാണ്. ഇതിൻ്റെ ഗസ്റ്റ് ഹൗസിൻ്റെ സൈഡിൽ കൂടെ പോകുന്ന സമയത്ത് ഇവിടെ ഒരു കോട്ടേജ് പോലത്തെ റൂം കണ്ടു. വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു കോട്ടേജ് റൂം, വുഡൻ കോട്ടേജ് ആണ് ചെയ്തേക്കുന്നത്. ഷീറ്റൊക്കെ ഇട്ടിട്ട് ചെയ്തേക്കുന്നത്. AC ആണ്. ഇതിൻ്റെ പുതുതായിട്ട് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. അത് ടൂറിസ്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും കർണാടക ഗവൺമെൻറ്റിൻ്റെ ഒരു എന്താ പറയുക, മെയിൻ ഹൈവേയുടെ സൈഡിൽ ഇരിക്കുന്ന ഗസ്റ്റ് ഹൗസിൽ ഇങ്ങനെയൊക്കെ ഒരു സംഭവം. ആക്റ്റീവായിട്ട് തോന്നിയ മറ്റൊരു സംഭവം വെച്ചാൽ ഈ ഒരു ഡോം റൂംസ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ അതാണ്ട് 3 എണ്ണം ഉണ്ട് ഡോം റൂംസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും കേരളത്തിൽ പരീക്ഷിക്കാവുന്ന ഒരു സംഭവമാണിത്. 3 റൂംസ്, അതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വർക്കിംഗ് ആയെന്ന് എനിക്കറിയത്തില്ല. AC എയർ കണ്ടീഷൻ റൂമാണ്. പിന്നെ നമുക്ക് അത് ഇതിൻ്റെ കൂടെ തന്നെ ബുക്ക് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ വരുന്നെന്ന് തോന്നുന്നു. കൊള്ളാം, നല്ല അടിപൊളിയായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് പൂവാറിൽ ഇങ്ങനെ ഒരു ഈ ഒരു കോൺസെപ്റ്റിലൊരു മിനി തിയേറ്റർ വരുന്നെന്ന് പറയുന്നുണ്ട് അവിടെ റെസ്റ്റോറൻറ്റും ഒക്കെ ആയിട്ട്. ഇത് കൊള്ളാം, നല്ല രസമുണ്ട്. അവർ ടൂറിസം പ്രൊമോഷൻ എന്ന് പറയുന്ന ഒരു ഐഡിയയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് തോന്നുന്നു. പ്രത്യേകിച്ചും ഇതൊരു ഹിൽ ഏരിയ അല്ലെങ്കിൽ ഒരു ജംഗിൾ ഏരിയ ഒന്നും അല്ല. എന്നാൽ പോലും നമ്മളിതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. എന്നാൽ നമുക്ക് ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ തന്നെ ബാക്കിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ബാക്കി സൈഡ് ഏരിയ അല്ല. ഇത് വർക്കിംഗ് ആയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്തതായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ എനിക്കൊന്ന് ടൂറിസ്റ്റിൻ്റെ വെബ്സൈറ്റിൽ എൻ്റെ ഫ്രണ്ടെല്ലാം തന്നെ കുറച്ച് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പണി ഫിനിഷിങ് സ്റ്റേജിലാണെന്ന് തോന്നുന്നു. പക്ഷേ ഒരു നല്ല ഐഡിയ ആണ് സംഭവം ഇത് ചെയ്തേക്കുന്നത്. ശരിക്കും ടൂറിസം പ്രൊമോഷന് വേണ്ടിയിട്ട് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഒരെണ്ണം ഇത് തന്നെയാണ്. ഗസ്റ്റിനൊരു ഡിഫറൻറ്റ് ആംബിയൻസിൽ നമ്മൾ സ്റ്റേ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു നല്ലൊരു ഇനിഷ്യേറ്റീവാണ് ഇത് കാണുന്നത്. ഇതാണ് നമ്മുടെ ഗസ്റ്റ് ഹൗസിൻ്റെ ബെഡ്റൂമൊക്കെ വരുന്നത്. റൂം ഏരിയ, ബെഡുണ്ട്, പിന്നെ സോഫയുണ്ട്, ഒരു ചെറിയ ടേബിള്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള റൂമാണ്. AC അവിടെയുണ്ട്. AC പഴയതാണ് ആണെങ്കിലും നല്ല റൂമാണ്. AC ഇരിക്കുന്ന പഴയതാണ്, പക്ഷേ കുഴപ്പമില്ല. തൽക്കാലം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന നല്ല വൃത്തിയുള്ള റൂമാണ് ഇവിടെ വന്നേക്കുന്നത്. AC റൂം. ഇതാണ്ട് ഇവിടെ ടൈഗറിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ്, വലിയൊരു ഗ്ലാസ് ഉണ്ട്. ദെൻ അവിടെ ഒരു സോഫ, ചെയർ, ഒരു TV ഉണ്ട്. സ്മാർട്ട് TV അല്ല, ടാറ്റാ സ്കൈയുടെ കണക്ഷനൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഇതാണ് റൂമിൻ്റെ ഒരു വ്യൂ. ഗസ്റ്റ് ഹൗസിൻ്റെ ഇവിടെയുള്ള റെസ്റ്റോറൻറ്റ് ഏരിയയിലാണ് ഞാനിപ്പോൾ ഒരു ടീ ഓർഡർ ചെയ്തിട്ടുണ്ട്. ടീ കൊള്ളാം, സൂപ്പർ ടീ ആണ്. ആൻഡ് ഇതിൻ്റെ ഇൻറ്റീരിയർ ആയിട്ടുള്ള കാഴ്ച ഇതാണ്. ടീം കുടിച്ചുകൊണ്ട് സ്ട്രൈറ്റ് ആയിട്ട് കാണുന്ന റിസപ്ഷൻ ഏരിയ ആണ്. ആൻഡ് ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഏരിയ. ഇതിൻ്റെ മുകളിലെല്ലാം തന്നെ നമ്മുടെ ടെമ്പിൾ ആർക്കിടെക്ചറൽ സ്ട്രക്ചേഴ്സ് എല്ലാം തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കാണാൻ. കർണാടക ടൂറിസത്തിൻ്റെ ഗസ്റ്റ് ഹൗസാണ്. ഞാൻ മേക്ക് മൈ ട്രിപ്പിലാണ് ബുക്ക് ചെയ്തത്. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിലും എൻ്റെ സൈറ്റിലും കൂടെ ഇത് ബുക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് കർണാടകത്തിൽ യാത്ര ചെയ്യുമ്പോൾ.